ഇന്ന് നമ്മുടെ കൂടെ ഡിറ്റക്റ്റീവ് ഉജ്വലന്റെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് അഗൈൻ ധ്യാൻ ശ്രീനിവാസൻ. ഗുഡ് ഈവനിങ്. ചാനലുകാർക്ക് ഇന്റർവ്യൂ കൊടുത്ത് മടുത്തു, അതുകൊണ്ടാണ് സ്വല്പം വൈകിയത്. എനിക്കൊന്ന് 6 മാസം മുന്നേ തന്നെ എന്റെ ഫസ്റ്റ് പ്രമോ വന്നപ്പോൾ തൊട്ടിട്ട് ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയുണ്ട്, പ്രത്യേകിച്ച് ഈ ബാനറിന്റെ സിനിമയാകുമ്പോൾ. എല്ലാം എനിക്കൊരു സ്വപ്നം പോലെ തോന്നുന്നു. ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. ആ പ്രതീക്ഷനെ എന്താണെങ്കിലും ഡിസപ്പോയിന്റ് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മുടെയും പ്രതീക്ഷ. ആ പ്രതീക്ഷ നമ്മളെ രക്ഷിക്കട്ടെ. എന്നോട് കളിച്ചാലോട്ടല്ലോ നിന്റെ ഈ കറുക്കലം പോലത്തെ മോന്ത് ഞാൻ ഇടിച്ചൊടച്ചു കളയും. ഫസ്റ്റ് ഇന്റർവ്യൂ ആണോ? ഫിലിം റിലേറ്റഡ് ആണോ? ഫിലിം റിലേറ്റഡ് ഫസ്റ്റ് ഇന്റർവ്യൂ. ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? അതുകൊണ്ടാണോ വേറൊരു ചാനൽസ് ഇന്റർവ്യൂ കൊടുക്കുക? ആകെ 2 ചാനൽ എടുത്തിട്ടുള്ളൂ, അത് ഏതെന്ന് പോലും ഓർമ്മയില്ല. നിങ്ങൾ എല്ലാവർക്കും ഇന്റർവ്യൂ എടുത്ത് നടക്കുമല്ലോ നമ്മള്. ഇളയപ്പറ്റൊരു കാര്യം വിറ്റാണ്, ആള് ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇനിയിപ്പൊ കണ്ടോ നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ ചിരിച്ചിരിച്ച് ഇന്റർവ്യൂവിന്റെ കാര്യം ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞു. ആക്ടർ നിർത്തിയിട്ടാണ് ഈ പറഞ്ഞ അഭ്യാസം. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. വളരെ സത്യസന്ധമായിട്ട് പറയണം, ഞാൻ ഈ സെറ്റിൽ വെച്ചിട്ടാണ് ഇവരെ കാണുന്നത്. ഇവരുടെ ഞാൻ അങ്ങനെ അധികം റീൽസ് ഇവരുടെ കണ്ടിട്ടില്ല, അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. നിങ്ങൾ പടം പോകില്ല. അല്ല, അവൻ പറഞ്ഞതിലൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ആ കുട്ടി ചിരിച്ചാലും കാര്യമുണ്ട്. ചിരിച്ചു പോയനെ. ഇവർക്കൊക്കെ ഒരു ക്യാരക്ടർ ഉണ്ട്. കൊറിയൻ കുര്യൻ. ഈ 5 അടി പൊക്കത്തില് 7 അടി കുരുട്ട് ബുദ്ധിയാണല്ലേ? ക്യാരക്ടർ കൊറിയ തന്നെ എന്നാ പോരെ എന്ന് പടം കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ ചോദിക്കും. എന്നെ ഉജ്ജ്വലനോടും ചോദിക്കും. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. വേറെ യൂണിവേഴ്സിൽ നിങ്ങൾക്ക് ഇവരായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? പിന്നെന്താ ധ്യാൻ ചേട്ടന്റെ കോമഡിക്ക് ചിരിക്കാൻ? ചിരിക്കാറില്ല. സീരിയസ് ആയിട്ട് ഈ കേസല്ലേ? എന്റെ എല്ലാ മാനവും പോയി. പോയിട്ട് വരാം.